Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എർമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പ്രഖ്യാപനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായി എരമംകുറ്റൂർ പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പ്രഖ്യാപനം നടത്തി. ഓരോന്നോരോന്നായി പരിഹരിച്ച് ആളുകളെ ആ അതിദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. പക്ഷെ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് നൽകുക. ഭൂമിയുള്ളവർക്ക് വീട് നൽകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ടൈപ്പ് 1 ഉൾപ്പെടുത്തി നമുക്ക് മുൻഗണന കൊടുത്ത് നൽകാൻ വേണ്ടി സാധിക്കുക. ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നൽകാൻ എന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാതല യോഗം ചേർന്നപ്പോൾ കണ്ണൂർ ജില്ലയിൽ 4008 ആളുകളാണ് 4208 ആളുകളാണ് അതിദാരിദ്ര്യരായിട്ടുണ്ടായിരുന്നത്. ഒരു മാസം മുമ്പ് 83% നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK കരുണാകരൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP രമേശൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ദാമോദരൻ, CDS ചെയർപേഴ്സൺ ആലീസ് ജോയ്, ICDS സൂപ്പർവൈസർ മായ ജ്യോതി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോസ് തോമസ്, VEO P സനൂപ് എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മേൽക്കൂരയില്ലാത്ത ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ കുടചൂടിയുള്ള പ്രതിഷേധ സമരം നടത്തി യാത്രക്കാരും നാട്ടുകാരും. 100 കണക്കിന് ജനങ്ങൾ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പുള്ളത്. യാത്രക്കാർക്ക് മഴയും വെയിലുമേൽക്കാതെ സ്റ്റേഷനിൽ കാത്തിരിക്കാൻ മേൽക്കൂര നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്കാരുടെ കുടചൂടി പ്രതിഷേധ സമരം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ലാത്ത ചന്തേരയിൽ സ്ത്രീകളും ഭിന്നശേഷിക്കാരും രോഗികളുമായ യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ചന്തേര റെയിൽവേ യൂസേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വേറിട്ട പ്രതിഷേധ സമരം നടത്തിയത്. പിലിക്കോട്, കരിവെള്ളൂർ, പെരളം, പടന്ന ഗ്രാമപഞ്ചായത്തുകളിലെ 100 കണക്കിന് ജനങ്ങൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ചന്തേര സ്റ്റേഷനിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും പ്രാഥമിക സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടെങ്കിലും മേൽക്കൂരയില്ലാത്തതിനാൽ വെയിലും മഴയും കൊള്ളുക മാത്രമാണ് യാത്രക്കാർക്ക് പോംവഴി. യാത്രക്കാർക്ക് കാത്തിരിപ്പിന് ഇരിപ്പിടങ്ങൾക്കു മുകളിൽ മേൽക്കൂര നിർമ്മിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് യാത്രക്കാരും നാട്ടുകാരും കുടചൂടി പ്രതിഷേധ സമരം നടത്തിയത്. പാസഞ്ചർ ട്രെയിനിന് രാവിലെ നമ്മളിവിടെ വരുമ്പോൾ മഴയായാലും വെയിലായാലും ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്വസ്ഥമായി നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇരിപ്പിട സൗകര്യങ്ങൾ ഇപ്പോൾ റെയിൽവേ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനൊരു ഷട്ടർ സംവിധാനം ഒരുക്കിയിട്ടില്ല. പലതവണ റെയിൽവേ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചും കൊണ്ട് കത്തുകളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു അനുകൂലമായ നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. മംഗളൂരു സെൻട്രൽ, കോഴിക്കോട് പാസഞ്ചറിന്റെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക, റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക, മംഗളൂരു കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിന്റെ സ്റ്റോപ്പ് തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. റെയിൽവേ യൂസേഴ്സ് ഫോറം പ്രസിഡന്റ് KT ശിവദാസൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂസേഴ്സ് ഫോറം സെക്രട്ടറി CV ഷാജി, M വിജയൻ, VC റീന, PP ജയശ്രീ, PV ചന്ദ്രൻ, C ദേവദാസ്, C സുമേഷ്, M പ്രദീപ്, VM അജയൻ, രാകേഷ് മാണിയാട്ട്, P വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കരിവെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുതിർന്ന CPM നേതാവ് M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കരിവെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൂലിക്കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, വെട്ടിക്കുറച്ച ബജറ്റ് വിഹിതം പുനഃസ്ഥാപിക്കുക, ജോലി ദിവസങ്ങൾ 200 വർദ്ധിപ്പിക്കുക, കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. പഴയ ദേശീയപാത പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ഓണക്കുന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ധർണാ സമരം M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ തൊഴിൽ ദിനങ്ങൾ 200 ദിവസമായി വർദ്ധിപ്പിക്കുക, അതുപോലെ കൂലി 600 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് മേഖലയോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ നീതികേടിനെതിരെയാണ് ഈ സമരം നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ 4 മാസമാവാൻ വേണ്ടി പോവുകയാണ്. തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നില്ല. NREG തൊഴിലാളി നിയമമെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അനുശാസിക്കുന്നത് ഒരാഴ്ച പണിയെടുത്തു കഴിഞ്ഞാൽ ആ ആഴ്ച തന്നെ അവസാനത്തെ ദിവസം കൂലി നൽകണമെന്നതാണ്. പക്ഷേ ഇവിടെ മാസങ്ങളായിട്ട് കൂലി ലഭിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതികഠിനമായിട്ടുള്ള വെയിലാണ്. അങ്ങേറ്റത്തെ പ്രയാസത്തിലാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ഈ കഴിഞ്ഞ 3 മാസക്കാലമായി ആളുകൾക്ക് ജീവിക്കാനുള്ള വേതനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം തൊഴിലാളി വിരുദ്ധമാണ് ഈ നിലപാടെന്നത് നമ്മളെ ആകെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. KP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. അപ്യാൽ രാഘവൻ, A. പ്രസന്ന, P. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പദ്ധതികളിൽ ഉൾപ്പെടുത്തി രാമന്തളി 3-ാം വാർഡിലെ കീഴ്വയലിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേൻ വിളവ്. 100-ലധികം പേർ ചേർന്ന് 5 സെന്റ് മുതൽ 50 സെന്റ് വരെ സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തത്. രാമന്തളി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ കീഴ്വയലിൽ 100-ലധികം പേർ ചേർന്ന് 5 സെന്റ് മുതൽ 50 സെന്റ് വരെ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 2000-2001 6.7 സെന്റ് ഭൂമി വിലയ്ക്ക് വാങ്ങി കൃഷിക്കാവശ്യമായ വെള്ളത്തിനായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളവും നിർമ്മിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂടി സാമ്പത്തിക സഹായത്തോടെ 5000 ലിറ്റർ വീതം വെള്ളം ശേഖരിക്കുന്ന 2 ടാങ്കുകളും സ്ഥാപിച്ചു. പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് ഈ വേനൽക്കാല പച്ചക്കറി കൃഷി നടത്തിവരുന്നത്. കൃഷി നടത്തുന്നതിനായി കൂടുതൽ പേർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും സ്ഥലപരിമിതി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പച്ചക്കറികൾക്ക് മാർക്കറ്റിൽ ന്യായമായ വില ലഭിക്കുന്നില്ലെന്നും കൃഷിക്കാർ പറയുന്നു. കൃഷിയായിട്ട് പറയുന്നത് നമ്മൾ 5 ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതല്ലാതെ കണ്ട് അനുബന്ധമായിട്ടുള്ള വേറെ സ്ഥലം കൂടിയുണ്ട്. അതിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്കും കൂടി ഇതിൻ്റെ ആനുകൂല്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് ഇതിൻ്റെ എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ വാൾവ് കേട് വന്ന വാൾവ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതിൻ്റെ ഭൂമിക്കടിയിലെ കൂടി ഇത്ര മീറ്റർ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജനങ്ങൾക്കുള്ള സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. അതേപോലെ 160ഓളം ആൾക്കാർ പച്ചക്കറി നടുന്നുണ്ട്. അവരെല്ലാം സ്വന്തമായിട്ട് തന്നെയാണ്, ഗ്രൂപ്പ് ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് തന്നെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ജനകീയ കമ്മിറ്റി എടുത്തിട്ട് നേരത്തെ 2001-2002 വർഷമാണ് ഇതിൻ്റെ ഒരു കുളം കുഴിച്ചത്. അതിനുവേണ്ടി അന്ന് ഗുണഭോക്തൃ വിഹിതം പഞ്ചായത്തിൻ്റെ നിബന്ധന അതാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് 7 സെന്റ് സ്ഥലം വാങ്ങി പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് കുളം കുഴിച്ച് ഏതാണ്ട് 7 ലക്ഷം ഉറുപ്പിക 2 വർഷങ്ങളിലായി 7 ലക്ഷം ഉറുപ്പിക ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതിയുടെ വന്നിട്ടുള്ളത്. 5000 ലിറ്റർ വെള്ളം കൊള്ളുന്ന 2 വലിയ ടാങ്കുകൾ ഇവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർഡിൽ നിന്ന് കൂടാതെ പുറത്തെ വാർഡിൽ നിന്ന് എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കണ്ടത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു കണ്ടത്തിൽ തന്നെ 3-4 ആൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കൃഷിയാണ് ഈ വയലിൽ നടന്നു വരുന്നത്. കയ്പ, പടവലം, ചീര, തക്കാളി, കുമ്പളം, വെള്ളരി തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സുരക്ഷിത തീരം സമൃദ്ധ രാജ്യം എന്ന സന്ദേശവുമായി കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സംഘടിപ്പിച്ച കോസ്റ്റൽ സൈക്ലത്തോണിന് തൃക്കരിപ്പൂർ മേഖലയിൽ വരവേൽപ്പ്. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ വിവിധ സേനകളുടെയും സൈക്ലിംഗ് സംഘടനകളുടെയും
പോളിടെക്നിക് അധികൃതരുടെയും അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മാർച്ച് 7-ന് ഗുജറാത്തിലെ ലഖ്പത് എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച യാത്ര വ്യാഴാഴ്ച മംഗളൂരു വഴി കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ച് വൈകുന്നേരത്തോടെ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു. 14 വനിതകൾ ഉൾപ്പെടുന്ന മറ്റൊരു സംഘം പശ്ചിമ ബംഗാളിലെ ബക്കാലിൽ നിന്നാണ് സൈക്കിളിൽ പുറപ്പെട്ടിട്ടുള്ളത്. 6553 കിലോമീറ്റർ തീരദേശമാണ് ഇരു ടീമുകളും 25 ദിവസം കൊണ്ട് പിന്നിടുന്ന ദൂരം. നിശ്ചിത സമയത്തിനും 1 മണിക്കൂർ മുൻപാണ് യാത്രാസംഘം തൃക്കരിപ്പൂരിൽ എത്തിച്ചേർന്നത്. ടീം ലീഡറായി സായ് നായിക്കിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ സംഘമാണ് കൊച്ചിയിലേക്ക് യാത്ര തുടരുന്നത്. വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ച് തിരൂർ വഴി 29-ന് കൊച്ചിയിൽ പ്രവേശിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേന അംഗങ്ങൾ, ചന്തേര പോലീസ്, തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അധികൃതർ, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ് ഭാരവാഹികൾ ഉൾപ്പെടെ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ സ്വീകരണം ഒരുക്കി. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഭാഗ്യശ്രീ ദേവി, സീനിയർ സൂപ്രണ്ട് INP സൈനുദ്ദീൻ, തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ KV പ്രഭാകരൻ, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം, ഭാരവാഹികളായ മുഹമ്മദ് അലി കുനിമൽ, അബ്ദുള്ളക്കുട്ടി റോയൽ ഡെക്കർ, മുസ്തഫ മാർത്താണ്ഡൻ, റഹ്മാൻ കാങ്കോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്ലത്തോൺ സംഘത്തിന് വരവേൽപ്പ് നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാമന്തളി കുരിശുമുക്കിൽ നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട രാമന്തളി സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരുടെ ബാങ്കിന്റെ അപകട ഇൻഷുറൻസ് തുക വിതരണം ചെയ്തു. TI മധുസൂദനൻ MLA വിതരണം നിർവഹിച്ചു. രാമന്തളി കുരിശുമുക്കിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട രാമന്തളി സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരായ PV ശോഭന, BP ശ്രീലേഖ, TV യശോദ എന്നിവർക്ക് ബാങ്കിന്റെ അപകട ഇൻഷുറൻസ് തുക TI മധുസൂദനൻ MLA വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് P സുഗുണൻ അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ഇടപാടുകാരുടെ സംഗമത്തിൽ വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആശാവർക്കർമാരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ആദരിച്ചു. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സൈബുന്നിസ MK മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു. സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റർ സതീശൻ A ക്ലാസ് എടുത്തു. T ഗോവിന്ദൻ, KP ദിനേശൻ, AV സുനിത, A വത്സല, PV നാരായണി, PP ദാമോദരൻ, ബാങ്ക് സെക്രട്ടറി KV സുരേന്ദ്രൻ, TK വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോ തൊഴിലാളി സഹകരണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് പെരുന്നാൾ ബോണസ് വിതരണവും ഇഫ്താർ സംഗമവും നടത്തി. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ K ശശി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോ തൊഴിലാളി സഹകരണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് പെരുന്നാൾ ബോണസ് വിതരണവും ഇഫ്താർ സംഗമവും നടന്നു. ഓണത്തിനും പെരുന്നാൾ വേളയിലും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2 തവണ ബോണസ് വിതരണം നടത്തിവരുന്നുണ്ട്. തൃക്കരിപ്പൂർ P കുഞ്ഞമ്പു സ്മാരക ഹാളിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ K ശശി ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി സഹകരണ കൂട്ടായ്മയുടെ കേവലം 3 വർഷം മാത്രമേ ഇങ്ങനൊരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ബോണസ് വിതരണം നടത്തുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കൂട്ടായ്മ നടത്തുന്നത് എന്ന് മനസ്സിലാക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുകയുടെ വലിപ്പമല്ല, എത്ര തുക കൊടുത്താലും നമ്മുടെ ആവശ്യത്തിന് തികയുന്ന ഒരു കാലമല്ല. പക്ഷെ ആ തുകക്ക് ആ കൂട്ടായ്മ നൽകുന്ന ആ പ്രവർത്തനം അതിന് നമുക്ക് വിലമതിക്കാൻ സാധ്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. 1000-ഓ 2000-ഓ 5000-ഓ 10000-ഓ ലഭിച്ചാലും നമ്മുടെ ആവശ്യങ്ങൾ തീരില്ല. പക്ഷെ അതല്ല, ഈ കൂട്ടായ്മയിലൂടെ എത്ര തുച്ഛമായ തുകയായാലും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രത്യേകമായ സന്ദർഭങ്ങളിൽ, വിശേഷമായ സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ധാരാളം ചെലവുകൾ ഉണ്ടാകുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കൈത്താങ് ലഭിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. MP ബിജീഷ് അധ്യക്ഷത വഹിച്ചു. E രാഘവൻ മാസ്റ്റർ, N ഷംസീർ, PV ജയദേവൻ, തേനി രാജീവൻ, PC വിജയൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വലിയപറമ്പ് പടന്നക്കടപ്പുറത്ത് മയിലിനെ ഷോക്കേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തി. ഏകദേശം 2 വയസ്സ് പ്രായമുള്ള പെൺമയിലിനെ വലിയപറമ്പ് മൃഗാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. വ്യാഴാഴ്ച രാവിലെയാണ് വലിയപറമ്പ് പടന്നക്കടപ്പുറം സാംസ്കാരിക സമിതി പരിസരത്ത് മയിലിനെ ചത്തുകിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ഭീമനടി വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഷോക്കേറ്റ് ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ മയിലിനെ ഭീമനടി ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരായ VK യദുകൃഷ്ണൻ, U സുധീഷ്, ഫോറസ്റ്റ് ഡ്രൈവർ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ അധികൃതർ എത്തി വലിയപറമ്പ് മൃഗാശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു.
മഹസർ തയ്യാറാക്കിയതിനു ശേഷം വലിയപറമ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ സംഗീത മോഹന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് മയിലിന്റെ മൃതദേഹം അധികൃതർ ഭീമനടി ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തെത്തിച്ച് മറവു ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ പച്ചക്കറി സമൃദ്ധി. ചീരയും വെണ്ടയും മത്തനും മാത്രമല്ല, ഉഴുന്നും പയറും മുതിരയും വരെ ഇവിടെ കൃഷി ചെയ്യുന്നു. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ പച്ചക്കറി സമൃദ്ധി. പാടത്ത് ഇടവിളയായി പച്ചക്കറി കൃഷി ചെയ്യുന്നവർ നിരവധിയാണ്. ചീരയും വെണ്ടയും മത്തനും മാത്രമല്ല, ഉഴുന്നും പയറും മുതിരയും വരെ ഇവിടെ കൃഷി ചെയ്യുന്നു. പാടത്തു തന്നെ ചെറിയ കുഴികൾ നിർമ്മിച്ചാണ് പലരും പച്ചക്കറിക്ക് ഒഴിക്കുവാനുള്ള വെള്ളം കണ്ടെത്തുന്നത്. ഒരു കൊല്ലത്തേക്കുള്ള വെള്ളരിയും കുമ്പളങ്ങയും പയറും മുതിരയുമെല്ലാം പലരും ഈ ഒരു കാലയളവിലാണ് കൃഷി ചെയ്യുന്നത്. വിൽക്കാനുള്ള പച്ചക്കറിയും ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ജീവനക്കാർ നോമ്പുതുറ ഇഫ്താർ വിരുന്ന് സംഗമം നടത്തി. വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ പങ്കെടുത്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ജീവനക്കാർ നോമ്പുതുറ ഇഫ്താർ വിരുന്ന് സംഗമം നടത്തി. സ്റ്റേഷൻ സൂപ്രണ്ട് രമേഷ് കുമാർ, സെക്ഷൻ എഞ്ചിനീയർ സന്ദീപ്, സ്റ്റേഷൻ മാസ്റ്റർമാരായ പ്രവീൺ കുമാർ, ജോൺ തോമസ്, ഭൈരവ്, ജീവകാരുണ്യ പ്രവർത്തകൻ കുഞ്ഞൂട്ടി, ജീവനക്കാരായ അജിത് കുമാർ, വിനയകുമാർ, ശ്രീരേഷ്, അൽത്താഫ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എടാട്ട് ദേശീയപാതയിൽ പ്രവർത്തിച്ചു വരുന്ന A1 യൂസ്ഡ് കാറിന്റെ രണ്ടാമത് ഷോറൂം പയ്യന്നൂർ വിഡോബ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. എടാട്ട് ദേശീയപാതയിൽ 8 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന A1 യൂസ്ഡ് കാറിന്റെ രണ്ടാമത് ഷോറൂം പയ്യന്നൂർ വിഡോബ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത A1 യൂസ്ഡ് കാർസ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, K ബാലൻ, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മോഡലുകളിലുള്ള യൂസ്ഡ് കാറുകൾ A1 യൂസ്ഡ് കാർസിൽ നിന്നും ലഭ്യമാകും. A1 യൂസ്ഡ് കാർസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 8111975741 എന്ന നമ്പറിലോ 8075672634 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം LP സ്കൂൾ ശതാബ്ദി ആഘോഷം 2025 മാർച്ച് മുതൽ 2026 ഏപ്രിൽ വരെ നടക്കും. മാർച്ച് 30 ഞായറാഴ്ച TI മധുസൂദനൻ MLA ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1925 സ്ഥാപിതമായ പെരളം LP സ്കൂൾ ഒരു നാടിനാകെ അക്ഷരവെളിച്ചം വിതറിക്കൊണ്ട് 100ന്റെ നിറവിലെത്തിയിരിക്കുകയാണ്. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിവിധ സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ചലച്ചിത്രമേള, അംഗനവാടി കലാമേള, വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തുവാൻ തീരുമാനമായി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മാർച്ച് 30 ഞായറാഴ്ച TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ C ബാലകൃഷ്ണൻ അധ്യക്ഷനാകും. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉപഹാര സമർപ്പണം നിർവഹിക്കും. പയ്യന്നൂർ AIO TV ജ്യോതി ബസു മുഖ്യാതിഥിയാകും. PV രമേശൻ, ഡോക്ടർ M ബാലൻ മാസ്റ്റർ, ശ്രീമതി K സുലോചന, K പ്രതീഷ്, രമ്യ PP തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. മാർച്ച് 29 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പെരളം സെൻട്രലിൽ നിന്ന് വിളംബര ഘോഷയാത്ര നടക്കും. തുടർന്ന് നൃത്തങ്ങളും നടക്കും. CM പ്രമോദ് മാസ്റ്റർ, PM ഗോവിന്ദൻ, P പ്രശോഭ്, TV രാധാകൃഷ്ണൻ, ഹരിപ്രസാദ് CP, KT ബാലാമണി ടീച്ചർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ മുസ്ലിം സഹോദരന്മാർ പരിശുദ്ധ റംസാൻ മാസം നോമ്പ് തോറ്റുകൊണ്ട്
ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കഴിഞ്ഞുപോവുകയാണ്. കേരളത്തിലെമ്പാടും നിരവധിയായിട്ടുള്ള പുരോഗമന ആശയങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം ചേർന്ന് ഇഫ്താർ വിതരണവും ഇഫ്താർ സംഘവും എല്ലാം നമ്മുടെ നാട്ടിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മുബഷീർ ബാഖവി മാത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കെ പത്മിനി, സതീശൻ മാസ്റ്റർ, ടി തമ്പാൻ, അഡ്വക്കേറ്റ് പി പി സിദ്ദീൻ, രാധാകൃഷ്ണൻ, എൻ കെ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വടക്കേ മലബാറിലെ പ്രമുഖമായ തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് 8 ദിവസം നീളുന്ന ഉത്സവത്തിന് കൊടിയേറ്റി. കരിവീരന്റെ സാന്നിധ്യത്തിലാണ് ചക്രപാണി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചത്. ക്ഷേത്രത്തിലെത്തിയ 100 കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾക്കിടയിൽ ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കൊടിയേറ്റി. തായമ്പക, ആനപ്പുറത്തെഴുന്നള്ളത്ത്, തിടമ്പുനൃത്തം എന്നിവ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. കൊടിയേറ്റത്തിനു ശേഷം ബുധനാഴ്ച രാത്രി ഫ്യൂഷൻ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാർച്ച് 28 രാത്രി 8 മണിക്ക് അന്നൂർ കലാമണ്ഡപം അവതരിപ്പിക്കുന്ന കൃഷ്ണാമൃതം നൃത്താർച്ചന അരങ്ങേറും. രാത്രി 8 മണിക്ക് കോഴിക്കോട് രംഗഭാഷയുടെ നാടകം മിഠായിത്തെരുവ് അരങ്ങിലെത്തും. മാർച്ച് 30 മെഗാഹിറ്റ് ഗാനമേള നടക്കും. മാർച്ച് 31 വൈകുന്നേരം 3 മണിക്ക് പുലിയന്നൂർ പടിക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കാഴ്ചവരവ്. രാത്രി 8 മണിക്ക് ഇളമ്പച്ചി തിരുവമ്പാടി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത്. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 12 മണിക്ക് ആറാട്ട് സദ്യയോടെ ഉത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തവിടിശ്ശേരി വരവടിക്കാവ് ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് 28, 29, 30 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തവിടിശ്ശേരി വരവടിക്കാവ് ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് 28, 29, 30 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 28 വൈകുന്നേരം 3:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. തുടർന്ന് ആധ്യാത്മിക പ്രഭാഷണം, കൈകൊട്ടിക്കളി, ഓട്ടൻതുള്ളൽ എന്നിവ നടക്കും. 29 നാട്ടരങ്ങ്, ഭക്തിഗാനസുധ. 30 ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടക്കും. തുടർന്ന് അന്നദാനം. VM വിനു, രാമകൃഷ്ണൻ MK, അഡ്വക്കേറ്റ് ബാബു P, യു രാഘവൻ, വിനീഷ് EK, പ്രേമരാജൻ EK തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ വായനാവസന്തം പരിപാടി AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ജ്യോതിസദനത്തിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ മെമ്പർ V പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.